ഹലോ, നമസ്കാരം. കുറച്ച് സമയത്തിന് ഞാൻ എല്ലാവരും ഒന്ന് മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് എനിക്ക് കേൾക്കേണ്ടിയുണ്ട്. അപ്പോൾ സ്റ്റേ ബാക്ക് ചെയ്യുക എല്ലാവരും. ഇത് ഒന്ന് യൂട്യൂബ് ലൈവിലും നമ്മൾ ഈ ഒരു പ്രോഗ്രാം പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സൂമിലും ലൈവ് ആയിട്ടുണ്ട്. ആഴ്ചയിൽ നമ്മൾ കൂടാറുള്ള ഒരു വീക്ക്ലി മീറ്റിങ്ങിലാണ് ഉള്ളത്. വേറെയും വീക്ക്ലി മീറ്റിങ്ങുകൾ നിരന്തരമായി നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പിലെ സ്റ്റേ ബാക്ക് ചെയ്തിട്ടാണ് നമ്മൾ മീറ്റിങ്ങുകൾ നടത്താറുള്ളത്. മറ്റുള്ള ഗ്രൂപ്പിലുള്ള ആളുകളെ ഇതിലേക്ക് ഇന്റർഫിയർ ചെയ്യാറില്ല. എനിവേ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ ഒന്നുകൂടി ഒരു പ്രോഗ്രാമിലേക്ക് പോകാൻ വെൽക്കം ചെയ്യാണ്. കുറച്ച് ദിവസങ്ങളും മാസങ്ങളും ആയിട്ട് ഫിറ്റ്നസ് ജേണിയിൽ ഉള്ള ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ കുറച്ച് അവയർനെസ് മാത്രമാണ് ഞാൻ നൽകുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഡെയിലി ബേസിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ആരെങ്കിലും ലൈവ് കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് റെക്കോർഡ് അവൈലബിൾ ആണ്, ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മൾ പുറത്തൊക്കെ ഇപ്പോൾ ഫിറ്റ്നസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഡയറ്റുകളൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത്, നല്ല ഹെൽത്തി ആവാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത്, മറ്റുള്ള ഫുഡുകളൊക്കെ മുന്നിലുണ്ടാവുമ്പോൾ പോലും നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന വലിയൊരു ചോദ്യമാണ് തൊട്ടടുത്തുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ, കുടുംബത്തിലുള്ള ആൾക്കാർ പരിപാടികൾക്ക് പോകുന്ന സമയത്ത് നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ ചിന്തിക്കാതെ അവർ പറയുന്ന ഒരു വേർഡാണ്, ജീവിതം ഒന്നേ ഉള്ളൂ, പിന്നെ എന്തിനാ എത്ര കഷ്ടപ്പെട്ട് ഡയറ്റ് നോക്കുന്നത് എന്ന്. കേൾക്കാറില്ല നിങ്ങള്? അവിടെ പലപ്പോഴും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ആൾക്കാർ നിലക്ക് നമ്മൾ അവിടെ സൈലൻസ് ആണ് പാലിക്കാറ്. അത് തന്നെയാണ് അതിന്റെ ഉത്തരം. എങ്കിൽ നമ്മുടെ മനസ്സിനൊരു കോൺഫിഡൻസ് കൊടുക്കട്ടെ. ആ കോൺഫിഡൻസിനുള്ള കുറച്ച് ടിപ്സുകളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവര് അറിയാത്തത് കൊണ്ടാണ് സത്യത്തിൽ അങ്ങനെ പറയുന്നതും ഇതിനെ നെഗ്ലക്ട് ചെയ്യുന്നതും ഇതിനെ അവോയ്ഡ് ചെയ്യുന്നതൊക്കെ. പക്ഷെ അവരെ ഉള്ളിന്റെ ഉള്ളിൽ ഇവർക്ക് ഈ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ളത് പൂർണ്ണമായിട്ട് ബോധ്യമാണ്. പക്ഷെ ഈഗോ സമ്മതിക്കൂല. ഇവരോടൊക്കെ തരായിട്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ തന്നെ നിങ്ങളുടെ മനസ്സിനൊരു കോൺഫിഡന്റ് ഇവർക്ക് ഉത്തരം കൊടുക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കൽ അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിൽ ധാരാളം കേട്ടിട്ടുണ്ട്. ജീവിതം ഒന്നേ ഉള്ളൂ, പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഡയറ്റ് നോക്കുന്നത് എന്ന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇഷ്ടമുള്ളത് നമുക്ക് കഴിക്കണം, വേണ്ടാന്ന് ആരും പറയുന്നില്ല, അടിച്ചു പൊളിക്കണം. അപ്പോ ചിലപ്പോൾ പെട്ടെന്ന് മരിച്ചു പോയാലോ, അല്ലെങ്കിൽ അസുഖം വന്നിട്ട് ബെഡ് റെസ്റ്റ് ആയാലോ എന്നൊക്കെ ചോദ്യം വരും. ഇത് കേൾക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് ചിലപ്പോൾ നമുക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും, എന്താ നല്ല സൂക്ഷിച്ചിട്ട് പിന്നെ നേരവണ്ണം ഒന്നും കഴിക്കാതെ മരിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടാവുമല്ലോ. പക്ഷെ ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ജീവിതം എന്നുള്ളത് ഒന്നെന്നെ ഉള്ളൂ. പക്ഷേ ആ ഒരൊറ്റ ജീവിതം രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടണോ, കിടക്കയിൽ ബെഡ് റെസ്റ്റ് ആയിട്ട് ലൈഫ് കണ്ടിന്യൂ ചെയ്യണോ, അതോ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് ആസ്വദിക്കാൻ പറ്റണം? ഇന്ന് പലപ്പോഴും നമ്മൾ ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ ഒക്കെ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും അവര് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഈ ഒരു യാഥാർത്ഥ്യം ശരിക്കും കാണുന്നതാണ്. അപ്പോ എനിക്ക് അവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, അന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നെന്നെ ഉള്ളൂ. പക്ഷെ ആ ജീവിതത്തിന്റെ ഗുണമേന്മ, ക്വാളിറ്റി ഓഫ് ലൈഫ് ശ്രദ്ധിക്കൽ വളരെ അനിവാര്യമാണ്. അത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പല ആൾക്കാരും അസുഖക്കാരായി മാറുന്നത്. ആയുസ് മാത്രം നമുക്ക് പോരാ, ആയുസ്സിലെ ഓരോ ദിവസവും സന്തോഷകരമായിട്ട് മാറണം. അമിതഭാരവും അനാരോഗ്യവുമായിട്ടാണ് നമ്മുടെ ജീവിതം റിമൈനിങ് പാർട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ എന്താ ആസ്വാദനം ഉണ്ടാവുക? ഒരു 80 വയസ്സ് 80
വർഷം കഴിഞ്ഞതിന് 80 വർഷമായിട്ട് രോഗിയായിട്ട് കിടക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് 70 വർഷം 70 വയസ്സ് വരെ ആരോഗ്യവാനായിട്ട് ജീവിച്ചു മരിക്കുന്നത്. ഒരു ആഡംബര കാർ നമ്മൾ വാങ്ങണം. ഉദാഹരണം, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഡംബര കാറുകളൊന്ന് എണ്ണം പിടിച്ചോളി. ഞാനിപ്പോ ഒരു ലംബോർഗിനി എടുക്കാം. ഈ ലംബോർഗിനി നമ്മൾ മേടിച്ചിട്ട് അത് ഗ്യാരേജിൽ നേരെ ഇടുകയാണ്, അതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും നല്ലത്. ഈ വണ്ടി വാങ്ങിയിട്ട് അതിനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് റോഡിലൂടെ സുഗമമായിട്ട് ഓടിക്കുന്നതാണ് ബുദ്ധി. ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ആ കാറാണ്. ഇതിന്റെ വില നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇതിലൊരു കണ്ണ് നഷ്ടപ്പെട്ടാൽ, ഒരു കിഡ്നി നഷ്ടപ്പെട്ടാൽ, ഒരു കരള് കേട് വന്നാൽ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ, നമ്മളെ സമ്പാദിച്ചിട്ടുള്ള സ്വത്ത് മുഴുവൻ നമ്മൾ ചെലവഴിച്ചാലും അത് മതിയാവില്ല. പിന്നെ കൈ നീട്ടേണ്ടി വരും. അതുകൊണ്ട് അമിത ഭക്ഷണം എന്ന് പറയുന്നത് ഒരു സ്നേഹമല്ല, അത് ശരീരത്തിനോടുള്ള ഒരു അവഗണനയാണ്. ശരി, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ജീവിതം ആസ്വദിക്കലാണ്. എന്ന് പലരും ചില സമയത്തൊക്കെ വാദിക്കാറുണ്ട്. ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ നമുക്ക് കഴിക്കണം. എന്നാൽ ജങ്ക് ഫുഡും അമിതമായ കാർബോഹൈഡ്രേറ്റ്, പഞ്ചസാര, പിന്നെ പെസ്റ്റിസൈഡ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ശരീരത്തിന് നൽകുന്നത് അത് എന്താണ്? താൽക്കാലികമായ ഒരു സുഖമാണ്. കഴിക്കുന്നത് വരെ നമുക്ക് അതിന്റെ പ്ലഷർ ഉണ്ടാവും, അല്ലെ? ആ സുഖം കിട്ടും. എന്നാൽ ആ പ്ലഷർ നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഓരോരുത്തർക്കും ഓരോന്ന് വ്യത്യാസമാണ്. ആരോഗ്യം എന്നുള്ളത് ഓരോരുത്തർക്കും വ്യത്യാസമാണ്. ഈ നമ്മളിപ്പോ ഓവർ ഈറ്റിംഗ് ആയിട്ട് ഇപ്പൊ ധാരാളം ഓവർ ഈറ്റിംഗ് കഴിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ പാർട്ടികൾ പോകുന്ന സമയത്തോ വേറെ എവിടേക്കെങ്കിലൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ കല്യാണങ്ങളും മറ്റൊക്കെ ആയിട്ട് നമ്മൾ പങ്കെടുക്കുന്ന സമയത്തോ ഓവർ ഈറ്റിംഗ് ചിലപ്പോൾ സംഭവിക്കും. പക്ഷെ അത് നൽകുന്ന ഒരു പ്രത്യാഘാതം എത്ര വലുതാണ്! ആ കഴിക്കുന്ന വരെ ഒരു പ്ലഷർ ഉണ്ടാവും. നീക്കുന്ന സമയം ഓ ഞാൻ അത്ര കഴിച്ചല്ലോ എന്നൊരു തോന്നൽ നമുക്ക് വരും. കടം വാങ്ങിയിട്ട് ആഡംബരം കാണിക്കുന്ന ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുന്നത്? കടം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്നും കടം വാങ്ങിട്ട് തന്നെ ഇരിക്കും. പക്ഷെ കടം വാങ്ങുന്ന സമയത്ത് അതിലൊരു കുറ്റബോധം ഉണ്ടാവും, എനിക്ക് കൊടുക്കണ്ടേ എന്നുള്ള ഒരു കുറ്റബോധം ഉണ്ടാവുന്ന സമയത്ത് ആഡംബരം കാണിക്കാൻ തോന്നും. ശരിക്കും നമ്മുടെ ബോഡിനെ നമ്മൾ കെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ അവസ്ഥയായിരിക്കും. ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന ഈ ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, ഈ ലൈഫ് ഉണ്ടല്ലോ, മുന്നിൽ കിട്ടിയ ഭക്ഷണമൊക്കെ ജങ്ക് ഫുഡൊക്കെ കഴിക്കുക, ആര് തന്നാലും വാരി വെച്ച് കഴിക്കുക. നാളെ അതിന്റെ പലിശ സഹിത രോഗങ്ങളായിട്ട് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. ഇത് പെട്ടെന്ന് മരിച്ചു പോകും എന്നൊക്കെ പലപ്പോഴും പറയുന്നത്, പെട്ടെന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആസ്വദിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിലവർ പറയാറുണ്ട്. ഇത് ശരിക്കും ഒരു മിഥ്യാധാരണയാണ്. യഥാർത്ഥത്തിൽ മരണം എന്ന് പറഞ്ഞത് നമ്മളെ കയ്യിലുള്ളതാണ്. എന്നാൽ ആ മരിക്കുന്നത് വരെ ആരോഗ്യമായിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മളെ കയ്യിലുള്ളതാണ്. 3 സത്യങ്ങളുണ്ട്: ജനനം, മരണം, അതിന്റെ ഇടയിലുള്ള ജീവിതം. ഇത് ജനനവും മരണവും നമ്മളെ കയ്യിലുള്ളതല്ല. പക്ഷെ അതിന്റെ ഇടയിലുള്ള ജീവിതം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാൻ ചെയ്യാം. പലരും കരുതുന്നത് പെട്ടെന്ന് മരണം വന്ന് അവരുടെ ലൈഫ് കൊണ്ട് തീർന്നു പോകും. എന്നാൽ പ്രമേഹം, BP, ഹൃദ്രോഗം, പിന്നെ കൊളസ്ട്രോള്, ഇതൊക്കെ വരുത്തി വെക്കുന്ന പതുക്കെ പതുക്കെയുള്ള സൈലന്റ് കില്ലറായിട്ടാണ് വരിക. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇത് ദ്രോഹിക്കും. ഇല്ലേ? എത്ര വേദന സഹിക്കുന്നുണ്ട് ആൾക്കാർ. വേഗത്തിലുള്ള മരണത്തെക്കാൾ ഇതുപോലത്തെ സൈലന്റ് പോയ്സണിങ് ആണ്, അല്ലെങ്കിൽ സൈലന്റ് ആയിട്ടുള്ള മരണമാണ് ഭീകരം. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ ചുറ്റുപാട്? ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ താൻ മറ്റുള്ളവർക്ക് ഒരു ഭാരമായി മാറണമെന്ന്? നമ്മളെ ശരീരം, അല്ലെങ്കിൽ നമ്മൾ ഏത് ഭാഷയിൽ നമ്മൾ എടുത്താലും നമ്മളുടെ ആത്മാവ് കണ്ട് പോയി കഴിഞ്ഞാലുള്ള ബോഡി ആളുകൾ കുറ്റം പറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ആഗ്രഹിക്കേണ്ട ആ ആരോഗ്യം സൂക്ഷിക്കേണ്ടത് നമ്മുടെ സ്വന്തം ബാധ്യതയാണ്. ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ്. അമ്പലം പോലെ, കോവില് പോലെ, പള്ളി പോലെ, മസ്ജിദ് പോലെ സൂക്ഷിക്കേണ്ട ഒരു ഒരു അവയവമാണ് നമ്മുടെ ബോഡി എന്ന് പറഞ്ഞത്. അതിനെന്താ വേണ്ടി? ഡിസിപ്ലിനാണ് വേണ്ടി.
അതൊരു തെരഞ്ഞെടുപ്പാണ്. മുന്നിൽ കിട്ടിയ ഭക്ഷണമൊക്കെ വാരി വലിച്ചിട്ട് കഴിക്കല. ഡയറ്റ് എന്ന് കേൾക്കുന്ന സമയത്ത് എന്തോ ഒരു വലിയൊരു കൊലപാതകം, പീഡനം ആയിട്ടാണ് പല ആൾക്കാരും കരുതുന്നത്. ഇത് ശരിക്കും ഭക്ഷണത്തെ സ്നേഹിക്കുന്നതിനെ കുറിച്ചല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ശരീരത്തിന് ആവശ്യമുള്ളത് നമ്മൾ നൽകണം എന്നാണ് തിരിച്ചറിയേണ്ടത്. എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത അടിമത്താണ് നിങ്ങൾക്ക് വേണ്ടത്, അഥവാ എന്ത് കഴിക്കണം എന്ന് ബോധപൂർവം തീരുമാനിക്കുന്ന ഒരു സ്വതന്ത്രമാണ് വേണ്ടത്? ഇന്ന് വെസ്റ്റേൺ കൾച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇത് എൻ്റെ ലൈഫിന്, എൻ്റെ ജീവിതത്തിന്, എൻ്റെ ബോഡിക്ക് പറ്റിയതാണോ എന്നുള്ളത്. ഞാൻ ഒരു ചെറിയൊരു സിമ്പിൾ ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ വൈഫ് ഒരു പഫ്സ് കഴിച്ചതിന്റെ പേരിൽ 3 ദിവസം അവളെ മൊത്തം പരിപാടിയെ ബ്ലോക്കായി, വയറുവേദന വന്നു, മൊത്തം വീട്ടിലെ കാര്യങ്ങൾ ഡിസോർഡറായി. അപ്പോൾ ഈ ഫുഡുകൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന സമയത്ത് ഫുഡ് പോയ്സൺ വരാം. ഇതെങ്ങനെ ഉണ്ടാക്കണത് ഒന്നും നമുക്കറിയില്ല. പ്രിസർവേറ്റീവ് ചേർക്കാതെ ഒന്നും ഉണ്ടാകണില്ല. എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ഈ അടിമത്തുണ്ടല്ലോ, അത് നമ്മൾ മാറ്റിയെടുക്കണം. എന്നിട്ട് എന്ത് കഴിക്കണം എന്നുള്ള പൂർണ്ണമായിട്ടൊരു ബോധം നമ്മൾ ഉണ്ടാകണം. ആ സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത്. ഒരു ഫുട്ബോൾ കളിക്കാരനെ കളിക്ക് മുമ്പ് ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കും എപ്പോഴെങ്കിലും. ഇപ്പോ ഫിഫ വേൾഡ് കപ്പ് ഒക്കെ നടക്കല്ലേ, ഒരിക്കലും വാരി വലിച്ച് കഴിക്കില്ല. അയാൾക്ക് വിജയിക്കണം, നല്ല പെർഫോമൻസ് ചെയ്യണം, ബോഡിനെ ഫിറ്റ് ആയിട്ടേ കളത്തിലേക്ക് ഇറങ്ങുള്ളൂ. ജീവിതം എന്നുള്ളതും ഇതുപോലെ ഒരു കളിയാണ്. ഇതിൽ നിങ്ങൾക്ക് സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ ഓർഡർ, റൊട്ടീൻ പാലിക്കണം. അതിന് എന്ത് വേണം? അച്ചടക്കം വേണം. ഒരു തോട്ടക്കാരൻ, 2 തോട്ടക്കാരൻ, 2 അയൽവാസികളായി. ഒരാള് തൻ്റെ കുറച്ച് മരങ്ങളുണ്ട്, അത് ഒട്ടും ശ്രദ്ധിക്കാതെ കിടക്കുന്ന വളം ഒക്കെ വാരി വെച്ചിട്ട് അതിനെങ്ങനെ വളർത്താൻ വേണ്ടി ശ്രമം നടത്തി. ആ മരത്തിന്റെ ഒരു ശേഷിയോ അതിന് എത്രത്തോളം വേണമെന്നൊന്നും നോക്കില്ല. തോന്നിയ പോലെയാണ് അദ്ദേഹം നോക്കിയത്. എന്നാൽ മറ്റേ ഒരു തോട്ടക്കാരന് അതിനാവശ്യമായ വളവും വെള്ളവും എപ്പോഴൊക്കെയാണോ ഇതിന് കാലത്തിനനുസരിച്ചിട്ട് അതിനെ കെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. മറ്റേ ആള് മരത്തിനെ വല്ലാതെ നോക്കുകയും ചെയ്തില്ല. എന്താണ് പരിണിതഫലം ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാല്, അവസാനം ആ നോക്കാത്ത ആളുടെ മരം കേടായിപ്പോയി. നോക്കിയ ആൾക്ക് മരത്തിൽ നല്ല ഫലങ്ങൾ കിട്ടുകയും ചെയ്തു. നമ്മൾ ആ തോട്ടക്കാരനാണ്, മരം നമ്മുടെ ശരീരമാണ്. പെട്ടെന്നുള്ള ലാഭമല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ദീർഘകാലത്തേക്കുള്ള ഒരു ആയുസ്സാണ് ലക്ഷ്യമെങ്കിൽ അച്ചടക്കം കൂടിയേ തീരും. ജീവിതം ഒന്നേ ഉള്ളൂ, ശരിയാണ്, ഇത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ആ ജീവിതം ഏറ്റവും മികച്ച രീതിയിൽ അതിനനുഭവിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഫിറ്റ്നസ് എന്നത് ശരീരത്തെ വല്ലാതെ തളർത്തലല്ല, മറിച്ച് അതിനെ കരുത്തുറ്റതാക്കലാണ് സത്യത്തിൽ ഫിറ്റ്നസ് എന്നുള്ളത്. നമ്മൾ പ്രതിജ്ഞ എടുക്കുക. ഇപ്പോൾ കുറേ ആൾക്കാർ ഇതിനെക്കുറിച്ച് നല്ല അവബോധമാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിന്റെ ഒരു സർക്കംസ്റ്റാൻസ്, അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. പിന്നെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റേഷൻ കൊണ്ടുവരിക. എത്ര ആയാലും നമ്മൾ സ്വയം നമ്മളൊന്ന് ലോക്കാക്കുക. അപ്പൊ അതിന് കഴിയട്ടെ. ഞാൻ യൂട്യൂബിൽ ലൈവ് ഞാൻ ഓഫാക്കുന്നുണ്ട് എൻ്റെ സൂമിലുള്ള മെമ്പേഴ്സിന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സംസാരം നിർത്തി. ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസ് എനിക്ക്